എല്ലാ വിഷയങ്ങളിലും ബറക്കത്തുണ്ട്, എല്ലാ വിഷയങ്ങളും ബറക്കത്തില്ലാത്തതുണ്ട്. ബറക്കത്തുള്ള നാടുമുണ്ട്, ബറക്കത്തില്ലാത്ത നാടുമുണ്ട്. ബറക്കത്തുള്ള വീടുമുണ്ട്, ബറക്കത്തില്ലാത്ത വീടുമുണ്ട്. ബറക്കത്തുള്ള ആളുമുണ്ട്, ബറക്കത്തില്ലാത്ത ആളുമുണ്ട്. ബറക്കത്തുള്ള പൈസ ഉണ്ട്, ബറക്കത്തില്ലാത്ത പൈസ ഉണ്ട്. ബറക്കത്തുള്ള കച്ചവടമുണ്ട്, ബറക്കത്തില്ലാത്ത കച്ചവടമുണ്ട്. ബറക്കത്തിന് വേണ്ടിയുള്ള ദുആയാണ് സുബ്ഹിയിലെ ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വബാരിക് ലനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ഫീമാ അഅതൈത, നീ ഞങ്ങൾക്ക് നൽകിയതിൽ. കുറേ നൽകണേ എന്നല്ല ദുആ, നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ എന്നാണ്. ബറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ളത് അല്പമുണ്ടായാൽ തന്നെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടാവും. ബറക്കത്തില്ലാത്ത 3 ലക്ഷം റുപ്യ ഉണ്ടായിട്ടും കാര്യമില്ല, ആവശ്യത്തിനുണ്ടാവില്ല. ബറക്കത്തുള്ള 1000 റുപ്യ ഉണ്ടായാൽ ചിലവൊക്കെ കഴിച്ചിട്ട് 500 റുപ്യ ബാക്കിയുണ്ടാവും. ബറക്കത്തില്ലാത്ത ആയുസ്സുണ്ട്, 250 കൊല്ലം ജീവിച്ചിട്ടും കാര്യമില്ല, എന്നിട്ടൊന്നുമില്ല, മരിച്ചു. ബറക്കത്തുള്ള ആയുസ് കുറച്ച് കാലമായാലും മതി, എന്നിട്ടോന്ന് ചോദിച്ചാൽ എന്താ ബാക്കിയുള്ളത് എന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന യഹ്യ ബിനു ഷറഫുൻ നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 50 വയസ്സിൽ താഴെയാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആയുസ് 55 വയസ്സാണ്. അതിലൊന്നും ഒരുപാട് കാലം ജീവിച്ചിട്ടില്ല, കുറച്ച് കാലമേ ജീവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ജീവിച്ച കാലം കൊണ്ട് ചെയ്ത കാര്യങ്ങളെ കൂടി നോക്കുകയാണെങ്കിൽ എണ്ണിയാൽ തീരൂല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ള രചനകൾ പരിശോധിച്ചാൽ ഓരോ ദിവസത്തിനും ഓരോ നോട്ട് പുസ്തകത്തിൻ്റെ അത്ര എഴുതിയിട്ടുണ്ടെന്നാണ്. ജനനം മുതൽ മരണം വരെയുള്ള ദിവസങ്ങളെ കണക്ക് കൂട്ടിയാൽ അങ്ങനെയാണ്. എന്നാലൊരുപാട് കാലം ജീവിച്ച ആൾക്കാരുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു 200 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. കുറേ കാലം ജീവിച്ച ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിന് വേണ്ടി തുറക്കണം. ബറക്കത്തിൻ്റെ 2 മാസമാണ്, ഒന്ന് റജബും മറ്റൊന്ന് ശഅബാനും. ബറക്കത്തുള്ള മക്കളുണ്ട്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഒന്ന്, മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം ക്ലിയറായിരിക്കണം. 2, മക്കൾക്ക് ബറക്കത്തുള്ള പേരുണ്ടായിരിക്കണം. 3, മക്കൾക്ക് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കണം. 4, മക്കൾക്ക് ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. 5, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മനസ്സറിഞ്ഞു ദുആ ചെയ്യണം. 5 കാര്യങ്ങളാണ് മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ബിസ്മി കൊണ്ട് തുടങ്ങലാണ്. 2, ഭക്ഷണത്തിൻ്റെ ആദാബുകൾ പാലിക്കലാകുന്നു. കുല്ലു അംരിൻ ദീ ബാലില്ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് കാര്യവും ഖൈറിനെ തൊട്ടും ബറക്കത്തിനെ തൊട്ടും മുറിഞ്ഞു പോയതായിരിക്കുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ദായിമാക്കുക, വലത്തേതിനെ മുന്തിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ഒതുവോടുകൂടെയായിരിക്കുക, ഉറക്കം ക്ലിയറാക്കുക. 4 കാര്യങ്ങൾ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ പറ്റിയതാണ്. ഒന്ന്, ബിസ്മി ദായിമാക്കുക. എല്ലാ കാര്യത്തിലും ബിസ്മില്ല. ഒരു മീൻ കച്ചവടമാണ്, അങ്ങനെ മീൻ തൂക്കിയിട്ട് കൊടുക്കുമ്പോൾ ബിസ്മില്ല.
പൈസ വാങ്ങുമ്പോൾ ബിസ്മില്ല. ബസ്സിലെ കണ്ടക്ടറാണ്, അപ്പോൾ കായ് വാങ്ങുമ്പോൾ ബിസ്മില്ല, ബാക്കി കൊടുക്കുമ്പോൾ ബിസ്മില്ല. അങ്ങനെ എല്ലാത്തിനും ബിസ്മി നീട്ടിയിട്ടും ചെല്ലാം, ബിസ്മി ചുരുക്കിയിട്ടും ചെല്ലാം. ബിസ്മി നീട്ടിച്ചല്ലൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെയാണ്. ബിസ്മി ചുരുക്കി ചൊല്ലൽ ബിസ്മില്ലാ അങ്ങനെയാണ്. ഹദീസിൽ ചുരുക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ട്, കുല്ലു അംരിൻ ദീ ബാലില്ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. അതിൽ ചുരുക്കിയിട്ടാണുള്ളത്. അപ്പോൾ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ വേണം. ഒന്ന്, ബിസ്മി ദായിമാക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചെയ്യുക. ഒരു വൈക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ബിസ്മിയല്ല ഇറങ്ങുക. മജ്ലിസുന്നൂർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് കയറുകയാണ്, ബിസ്മിയല്ലിട്ട് കയറുക. വസ്ത്രം ധരിക്കുകയാണ്, ബിസ്മിയല്ലിട്ട് ധരിക്കുക. വണ്ടി കയറുകയാണ്, ബിസ്മിയല്ലിങ്ങാണ്ട് കയറുക. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ദായിമാക്കുക, ശീലമാക്കുക. രണ്ടാമത്തേത്, വലത്തേതിനെ മുന്തിക്കൽ ബറക്കത്തുണ്ടാവാൻ പറ്റും. പ്രത്യേകിച്ച് 4 കാര്യങ്ങളിൽ വലത്തേതിനെ മുന്തിക്കൽ നിർബന്ധമാണ്. 1 തിന്നുക, 2 കുടിക്കുക, 3 കൊടുക്കുക, 4 വാങ്ങുക. തിന്നാൻ വലത്തെ കൈയും മാത്രം ഉപയോഗിക്കുക, കുടിക്കാനും വലത്തെ കൈ മാത്രം ഉപയോഗിക്കുക, കൊടുക്കാനും വലത്തെ കൈ, വാങ്ങാനും വലത്തെ കൈ. ഭക്ഷണം കഴിക്കാൻ 2 കൈയുമാണ് കഴുകേണ്ടത്, പക്ഷെ ഉപയോഗിക്കേണ്ടത് വലത്തെ കൈയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴുകുമ്പോൾ 2 കൈയാണ് കഴുകേണ്ടത്, വലത്തെ കൈയല്ല, 2 കൈയും കഴുകണം. ഉപയോഗിക്കേണ്ടത് വലത്തെ കൈ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും 2 കൈയാണ് കഴുകേണ്ടത്, ഉപയോഗിച്ചത് വലത്തെ കൈ ഉണ്ടാവുള്ളൂ, എന്നാലും കഴുകേണ്ടത് 2 കൈയാണ്. എന്തേ? അതാണ് ഇത്തിബാകരണത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് കഴുകിയിരുന്നത് എന്നതാണ് കാരണം. പിന്നെ ഇടത്തെ കൈ കൊണ്ട് ചെറിയ ഉപകാരമൊക്കെ ഉണ്ട്. മീനിങ്ങനെ എടുത്തിട്ട് തൊള്ളേക്ക് ഇങ്ങനെ വെക്കാൻ വലത്തെ കൈ, അപ്പം മുള്ളുത്തിയാൽ പിന്നെ മുള്ളെടുക്കാൻ ഇടത്തെ കൈയാണ്. അത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ വലത്തെ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് വെക്കാൻ മാത്രമേ വലത്തെ കൈയുള്ളൂ. വായിലേക്ക് വെച്ച സാധനം പുറത്തേക്ക് എടുക്കേണ്ടി വന്നാൽ ഭക്ഷണത്തളികയിൽ നിന്ന് തല ഇടതുവശത്തേക്ക് തിരിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്. അതിനാണ് ആദ്യം തന്നെ ഇടത്തെ കൈ കഴുകിയിട്ടുള്ളത്. ഇനി ഇടത്തെ കൈ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ 2 കൈയും കഴുകണം. അങ്ങനെയാണ്. അപ്പോൾ വലത്തേത് തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക, 4 കാര്യങ്ങൾ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യൽ എന്ന്. അല്ലാത്തതുകൊണ്ടാണ് ഈ പറയേണ്ടി വന്നത്. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നേരാവില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, അപ്പോഴാണ് അറിയാം ശരിക്ക് നമ്മൾ ഏതുകൊണ്ടാണ് ചെയ്യണത് എന്ന്. കാരണം വലത്തേതിൽ നിന്ന് ഇടത്തേതിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നത് പിശാചിൻ്റെ പദ്ധതികളിൽപ്പെട്ട. നമ്മൾ വലത്തേതല്ല ഉപയോഗിക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇതിപ്പോൾ ഇത് ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. ചെറിയ കുട്ടി, ഈ കുട്ടീനെ ഒരു പെണ്ണ് ഈ കുട്ടീനെ എടുക്കുകയാണ്. എന്നാലും ഇങ്ങനെ എടുത്തിട്ട് എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെയുള്ള എടുക്കുക, ഇങ്ങനെയല്ല എടുക്കുക, ഇങ്ങനെയാണല്ലോ എടുക്കുക. ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുക്കുക അല്ലേ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇടത്തെ കൈയാണ്. അപ്പോൾ ഈ ഇടത്തെ കൈയിലേക്ക് ഈ കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഏത് മുലയാണ് ആദ്യം കൊടുക്കുക? ഇടത്തെ മുലയാണ് ആദ്യം കൊടുക്കുക. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും വുളൂ ചെയ്യുക.